അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് വന്നിട്ടുണ്ട്. എർത്തനാട്ടിലെ യത്തീങ്ങാനപ്പടിയാണ്. യത്തീങ്ങാനം തന്നെ പറയാം. ഞാൻ എൻ്റെ സ്ഥലം ചുറ്റുപാടൊന്ന് കാണിച്ചു തരാം. ഇൻഷാല്ലാ വണ്ടി വെച്ച സ്ഥലം കാണിച്ചു തരാം. ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കുറേ ആൾക്കാർ പരിചയമുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. തൂരുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. ഒരു മരിക്കൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. മറ്റേ കൂട്ടിനൊക്കെ കടിച്ചേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. അതിന് വേണ്ടിയാണ് ഞാൻ സ്ഥലം കാണിച്ചു തരാമെന്നൊക്കെ പറയാൻ കാണിട്ടില്ല, അല്ലാതെ വേറൊന്നും ഉണ്ടല്ല. ഇതാണ് യത്തീങ്ങാനപ്പടി. അവിടെയാണ് യത്തീങ്ങാനുള്ളത്. അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കണം. അതിൻ്റെ അപ്പുറത്തും വേറൊരു ബോർഡ് വെച്ചിരിക്കണം. ഇതിങ്ങനെ ഒരു പള്ളിയാണ്. ഇതിൻ്റെ പള്ളി. പിന്നെ ഇത് എർത്തനാട്ടിൽ അങ്ങോട്ട് പോണ പള്ളിയാണ്. ഇപ്പം എൻ്റെ ഇത് ഉണ്ണിയാലിക്ക് പോണ വയ്യാട്ടില്ലേ. നമ്മൾ ഈ ഫ്ലെക്സ് വെച്ച് ഇത് ഈ പള്ളിൻ്റെ സൈഡിലുള്ളത് ഉണ്ണിയാലിക്ക് പോണ വയ്യാണ്. മറ്റേ പിന്നെ അതിൻ്റെ നേരെ അപ്പുറത്തിന് അവിടെയാണ് മറ്റേ യത്തീങ്ങാന എടുക്കണത്. അതങ്ങനെയാണ് യത്തീങ്ങാനപ്പടി. ഞാനിപ്പോൾ കുത്തിരുന്നതിന് ഇത് അവിടെ ഈ ബസ് സ്റ്റോപ്പിൽ ചെയ്യുന്നു. അത് നല്ല സുഖേനും. മറ്റേ ഇപ്പോൾ ഒരു താത്ത വന്നീനു. ഈ താത്ത വന്നാണ്ട് കുട്ടിയാക്കൽ ഹെൽമെറ്റ് ഉണ്ടോ ചോദിച്ചു. അപ്പോൾ കുട്ടിയാക്കൽ ഹെൽമെറ്റ് കൃത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇല്ല. സൈസ് കൊണ്ട് ചെറുതിൽ ഹെൽമെറ്റ് ഉണ്ട്. ഞാൻ കുട്ടിയാക്കൽ ഹെൽമെറ്റ് അല്ലാതെ എടുക്കില്ല. അപ്പോൾ താത്ത പറയാം, ഞാനും ഹെൽമെറ്റ് വെച്ചു, എൻ്റെ മാപ്പിളി ഹെൽമെറ്റ് വെച്ചു, എൻ്റെ കുട്ടിക്ക് ഹെൽമെറ്റ് ഇല്ല. ഞങ്ങൾ രണ്ടാൾ ആ വണ്ടിമെന്ന് ഒരു അപകടം പറ്റുന്നുണ്ട്. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാണ്ട് ഞങ്ങൾ രണ്ടാളും ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് വന്നിരുന്നു. അപ്പോൾ താത്ത സംഭവം നമ്മളിൽ എന്തൊരു കാഴ്ചപ്പാടാൻ പറയാം. എൻ്റെ ഒരു അഭിപ്രായം 100-99.9% ആൾക്കാരും ഇപ്പോൾ ഞാൻ ആലോചിക്കണ പോലെ ആലോചിക്കുന്ന ആൾക്കാരാണ്. പോലെയല്ല. കാരണം നമ്മൾ ഹെൽമെറ്റ് വെക്കും, നമ്മൾ പെണ്ണുങ്ങൾ ഹെൽമെറ്റ് വെക്കും, നമ്മളെ ഉമ്മയാണെങ്കിൽ ഉമ്മ ഹെൽമെറ്റ് വെക്കും, ഉപ്പയാണെങ്കിൽ ഇപ്പം ഹെൽമെറ്റ് വെക്കും. പക്ഷേ നമ്മളെ മക്കൾ ഹെൽമെറ്റ് വെക്കലുണ്ടോ? നമ്മൾ വണ്ടിയിൽ നമ്മൾ കുഞ്ഞു മക്കളിരിക്കുമ്പോൾ മുന്നിലും ബാക്കിലും ഓല് പിടിച്ചിരിക്കുമ്പോൾ ഓല് ഹെൽമെറ്റ് വെക്കലുണ്ടോ? അപ്പോൾ ഞാനത് കേട്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞു തോന്നി. ഞാൻ കണ്ടിരിക്കണേ റോഡ് സൈഡിൽ കൂടെ ഒക്കെ മറ്റേ റോഡിൽ പോകുമ്പോൾ പല ആൾക്കാരും കുട്ടികൾക്ക് ഹെൽമെറ്റ് വെച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിരിക്കണേ. പക്ഷേ 100-ൽ ഭൂരിഭാഗം ആൾക്കാരും കുട്ടികൾക്ക് ഹെൽമെറ്റ് വെച്ച് കൊടുക്കലില്ല. ഇതാണ് സത്യം. പിന്നെ പോലീസുകാർ പോലീസുകാർ കുട്ടികൾക്ക് ഹെൽമെറ്റ് വെച്ചില്ല എന്നതിൽ ഫൈൻ തുടങ്ങിയിട്ടില്ല. അതുകൂടി തുടങ്ങി കഴിഞ്ഞാൽ കുട്ടികൾക്കും ഹെൽമെറ്റ് ആവും. അത് വേറെ കാര്യം. പക്ഷേ ഹെൽമെറ്റ് എന്താ ഈ പോലീസുകാർ ഫൈനിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പൊട്ടിക്കാണ്ട് നമ്മൾ വണ്ടി വന്ന് വീണാണ്ട് നമ്മളെ തല പൊട്ടിയാൽ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ കംപ്ലൈൻറ്റ് നമുക്കാണ്, അല്ലാതെ പോലീസുകാർക്കല്ല. അത് പോകാനുള്ളതും നമുക്ക് നമ്മളെ വീട്ടുകാർക്കാണ്, മറ്റേ അനുഭവിക്കാനുള്ളതും നമ്മളിതാണ്. പൈസ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മളെ മുതൽ വിറ്റിട്ടോ വണ്ടി വിറ്റിട്ടോ ഉണ്ടാക്കാം. പക്ഷേ ഈ വേദന എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ വേദന അവനാൻ തന്നെ സഹിക്കണം. വണ്ടി വന്ന് വീണ്ടും വേദന അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ. അത് വേദന എൻ്റെ മേത്ത് മുറിയാണെങ്കിൽ ഞാൻ തന്നെ സഹിക്കണം. അത് അതിൻ്റെ വേദന നമുക്ക് പറഞ്ഞ് അനുഭവിക്കാൻ കഴിയൂല. പൈസ ഇപ്പം ഇഞ്ചിടത്തില്ലെങ്കിൽ നമുക്ക് കടം വാങ്ങാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടാക്കാം. പക്ഷേ വേദന അവനാൻ തന്നെ സഹിക്കണ്ടേ. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ ഇനി പോരുകയാണ്. ഇൻഷാല്ലാ നിരത്തയ്യാറാവൊക്കെയല്ലേ. എല്ലാവരും രാത്രി നല്ല രീതിയിൽ കഴിക്കാൻ നോക്കി ഇൻഷാല്ലാ. അപ്പോൾ ഇത് പോകുന്നു. ഇനി എന്തെങ്കിലും കാര്യങ്ങളും ഡൗട്ടുകളും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടിച്ചാൽ ഞാൻ ചിലപ്പോൾ എടുത്തില്ലാന്ന് വരും. വാട്സപ്പിൽ മാത്രം ചെയ്യാം, വാട്സപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. കാരണം ഞാൻ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ അവിടെ നിന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുകയാണ്, വാട്സപ്പിൽ മാത്രം ചെയ്യുക. ഓൺലി വാട്സപ്പാണ്, മറ്റേ കോൾ ചെയ്യരുത്. കാരണം ഞാൻ പണിയിലേക്കാരം, പല തിരക്കിലേക്കാരം, ചിലപ്പോൾ പള്ളിക്കേക്കാരം, ചിലപ്പോൾ തിരിച്ചടിക്കാൻ ഇപ്പോൾ എനിക്ക് പറ്റിക്കോളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ.